ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് ആവാറായിരിക്കുകയാണല്ലേ. കുഞ്ഞപ്പനോട് ക്രിസ്മസ് വരാൻ പോവാടാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ നമുക്ക് ഫൊറമാളിൽ പോയാലോ, അവിടെ എന്തൊക്കെയുണ്ടെന്ന് പോയി കണ്ടാലോ എന്ന് അവൻ ചോദിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർത്ത് പുതിയ ബൈക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ഫൊറമാളിലോട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കുഞ്ഞപ്പനാണെങ്കിൽ ബൈക്കിൽ കയറുമ്പോൾ തന്നെ ആ കാറ്റ് കൊള്ളുമ്പോൾ ഉറങ്ങിപ്പോകും കേട്ടോ. പിന്നെ ഇച്ചിരി പാടാണ്, അവൻ ഇങ്ങനെ താഴത്തേക്ക് ഇതായി പോകാതിരിക്കാൻ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം കേട്ടോ. കാറാകുമ്പോൾ അവൻ പുറകിലത്തെ സീറ്റിൽ കിടന്ന് ഉറങ്ങിക്കോളും. അങ്ങനെ ഫൊറമാളിലെത്തി ഞാൻ വിചാരിച്ചു കയറി ചെല്ലുമ്പോൾ തന്നെ ആ എൻട്രൻസിന്റെ അവിടെ അടിപൊളിയായി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾ ഇപ്പൊ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഉണ്ടാവും. കാരണം ഞാൻ കുറെ ദിവസം മുമ്പാണ് അവിടെ പോയത് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രാത്രി ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അവർ ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, അയ്യോ ദേ അവര് സെറ്റ് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ, നമുക്കത് കാണാനുള്ള ഇതുണ്ടായില്ലെന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞ കുഴപ്പമില്ല, ക്രിസ്മസ് ആകുമ്പോൾ ഒന്നുകൂടി വരാം. അപ്പൊ എനിക്ക് സന്തോഷമായി. സത്യം പറയാം, എനിക്ക് ലുലുവിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമുക്ക് അടുത്ത് ഫോറമാളാണ്. ലുലു പോകണമെങ്കിൽ പിന്നെയും കുറെ പോകണം. കുഞ്ഞപ്പനാണെങ്കിൽ ബൈക്കിന്റെ നടുക്കിരുന്ന് ഉറങ്ങി തൂങ്ങി വീഴാറായി. പിന്നെ ഞാൻ ഓർത്ത് എന്നാ പുറത്തിൽ തന്നെ പോകാന്ന്. എന്നിട്ട് അകത്തോട്ട് കയറിയപ്പോ ഉണ്ടല്ലോ, ഒന്നാലും വലിയൊരു റെഡ് കളറുള്ള ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുഞ്ഞപ്പൻ അത് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ഓടാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ഞാൻ കൈ പിടിച്ച് വെച്ചിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കൂടിയൊക്കെ നുഴഞ്ഞ് കയറും. അപ്പൊ ആ ക്രിസ്മസ് ട്രീയുടെ ആ സൈഡ് മൊത്തം ഓരോ ബോക്സ് വെച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ അവനാണെങ്കിൽ അമ്മ അതിൻ്റെ അകത്ത് എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്നോ. ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്ത് ഒന്നുമില്ലടാ, വെറുതെ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണെന്നേ. അവിടെ സൈഡിലായിട്ട് ഈ ഒരു സെക്ഷൻ കണ്ട് കേട്ടോ, ബോഡി സ്പ്രേ, ബോഡി ലോഷൻ, പിന്നെ എന്താ നമ്മൾ കുളിക്കുമ്പോൾ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ക്യൂട്ടായിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റണ പോലെയാണ് കേട്ടോ അത് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ക്യൂട്ടല്ലേ. പിന്നെ കുഞ്ഞപ്പൻ ഒരു ലാപ്ടോപ്പ് കണ്ടിട്ട് അതിൻ്റെ അകത്ത് നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ വിശന്നിട്ട് പാടില്ല, അതായത് ചായ കുടിക്കാൻ തോന്നിയിട്ട് പാടില്ല. അപ്പോൾ വൈകുന്നേരം സമയമാണല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ മറ്റേ ഹൈപ്പറിലോട്ട് പോയി. എനിക്ക് ഫോറമാളിന് ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്, അവിടെ ചായ കിട്ടും കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ ലുലുവിൽ ചായ കിട്ടത്തില്ല. അതായത് ഈ ഹൈപ്പറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചായക്കട പോലത്തെ സെറ്റപ്പ് ഇല്ലെന്ന് എനിക്ക് തോന്നണതേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ ഇതിൻ്റെ പിന്നെ ഒരു രക്ഷയില്ല, അറിയാമല്ലോ. ഒരുപാട് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ ട്രീസിൻ്റെ ക്വാളിറ്റിയാണ്. ഞാൻ ആ ചാരി നിൽക്കുന്ന ട്രീക്ക് 7000 സംതിങ് രൂപ എന്തോ ഉള്ളു കേട്ടോ. അതിലും വില കുറഞ്ഞ ട്രീ ഒക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളി ക്വാളിറ്റിയാണ്, നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തലയിൽ വെക്കുന്ന ബോ, അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ വൈനൊന്നും ഒരു രക്ഷയില്ലാത്ത വൈൻ. കേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടിക്കണക്കിന് കേക്കാണ് കേസ്, ഒരുപാട് കേക്കുണ്ട്. പിന്നെ തൊപ്പികൾ, റെഡ് തൊപ്പിയുണ്ട്, പിന്നെ ഗ്രീൻ തൊപ്പിയുണ്ട്. നല്ല അടിപൊളി തൊപ്പിയായിരുന്നേ. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല, കാരണം ഓരോന്ന് പിറക്കി തുടങ്ങി കഴിഞ്ഞാൽ ഒരു കിറ്റ് നിറയുമെന്ന് വിചാരിക്കുന്നു. അവസാനം ഒരു 8ന്റെ മണി കിട്ടിയത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ കുഞ്ഞപ്പനോട് ചോദിച്ചപ്പോൾ അവന് തൊപ്പി വേണമെന്നില്ല. പിന്നെ ഇത് കണ്ടില്ലേ, മറ്റേ ഡോണറ്റ്സ് ആണ്. അതിങ്ങനെ ക്രിസ്മസിന് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പോലെ 6-7 ഒരു സെറ്റ്. അങ്ങനെ ഓരോ നോക്കി നടന്നത്. ഇതാണ് നമ്മുടെ ഫൊറമാളിലെ ചായക്കട ഞാൻ പറഞ്ഞില്ലേ. അവിടെ നിന്ന് ഞാൻ ഉള്ളിവട തിന്നാണ്, കുഞ്ഞപ്പൻ പത്തിരി തിന്നാണ്. ആരോ ഷോർട്സിൽ ചോദിച്ചു, കുഞ്ഞപ്പൻ ഇപ്പോൾ പത്തിരി തിന്നാറില്ലേ ചേച്ചി? ഉണ്ട് കേട്ടോ. അവൻ എവിടെന്നെങ്കിലും പത്തിരി കിട്ടുമെങ്കിൽ അവന് പത്തിരി മതി. ഞാനാണെങ്കിൽ കട്ടൻ ചായ കുടിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് കട്ടൻ ചായ മാത്രമേ കുടിക്കുള്ളൂ. ഞാൻ പാൽ ചായ ഉപേക്ഷിച്ചു. അപ്പോൾ കുഞ്ഞപ്പൻ അവിടെ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് പിറക്കി എടുത്ത് വെച്ചേക്കാണ് ബില്ലടിക്കാനേ. എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അമ്മേ ബില്ലടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാനാണെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും നോക്കി നടക്കുവാണെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും മധുരം തിന്നാം. കുഞ്ഞപ്പൻ ആ സമയം കൊണ്ട് ബിരിയാണിയൊക്കെ പാഴ്സലെടുത്ത് പാക്ക് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ എന്തെന്നാ ഹൈദരാബാദി ബിരിയാണിയാണത്. അപ്പോൾ അതേ കുഞ്ഞപ്പനാണെങ്കിൽ പോയിട്ട് അമ്മ 6 തൂങ്ങിക്കിടക്കണം. എൻ്റെ ബർത്ത്ഡേ വരാൻ പോവല്ലേ, അടുത്ത മാസം ജാനുവരി കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേ ആണ്, 6ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ അതിൻ്റെ ആ മെഴുകുതിരി പോയി കണ്ടുപിടിച്ച്. അവിടെ അറിയാമല്ലോ ഒരുപാട് കേക്ക് ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ മൊത്തം കൺഫ്യൂഷൻ, എന്തെങ്കിലും വാങ്ങിച്ച് തിന്നണമല്ലോ, എന്ത് വാങ്ങിക്കുമെന്നും പറഞ്ഞ് നടക്കുവാണേ. അപ്പോഴാണ് ചേട്ടൻ ഈ പേസ്ട്രി കാണിച്ചത്. ഞാൻ കാണിച്ചു തരാം, അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അവിടെ നിന്ന് തന്നെ അവരതിങ്ങനെ പാക്ക് ചെയ്തിട്ട് ഒരു സ്പൂണൊക്കെ വെച്ച് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് കുഞ്ഞപ്പൻ ബിരിയാണിയൊക്കെ അൺബോക്സ് ചെയ്ത് കഴിക്കൽ തുടങ്ങി. അപ്പം ഞാൻ പേസ്ട്രി ഞാൻ ഇതിനു മുമ്പ് പേസ്ട്രി കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർക്കണില്ല. കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ടേസ്റ്റ് ഒന്നും ഓർമ്മയില്ലായിരുന്നേ. അപ്പോൾ ഈ ഒരു പേസ്ട്രി ചോക്ലേറ്റ് പേസ്ട്രി ഉണ്ട്, പിന്നെ ലോട്ടസ് പേസ്ട്രി ആണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു പേര്. കുഞ്ഞപ്പം കുഞ്ഞിലെ തൊട്ടേ മധുരപ്രിയനല്ല കേട്ടോ. ലഡു, ജിലേബി, ഹൽവ അങ്ങനെയുള്ള സാധനമൊന്നും അവൻ കണ്ണി കണ്ടുകൂടാ. അതൊന്നും അവൻ കഴിക്കത്തില്ല. കേക്ക് പിന്നെയും കഴിക്കുവാള്, പക്ഷെ എന്നാലും അവന് മധുരം അധികം ഇഷ്ടമല്ല. അതാണ് ആ ബിരിയാണി അവിടെ ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ഞാൻ കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്നും അറിയാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2ാമത്തെ പേസ്ട്രിയാണ്. ഇത് അടിപൊളി സാധനം, വെറുതെ സാധനം. പക്ഷേ 2ാമത്തതാണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നണത്. അങ്ങനെ ഇതാണ് 2ാമത്തെ പേസ്ട്രി, ലോട്ടസ് പേസ്ട്രി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ തന്നെയാണ് പേരുന്ന എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ ജസ്റ്റ് വായിച്ചൊരു ഓർമ്മയുള്ളൂ. അതിൻ്റെ ആ കളർ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്.
അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇതാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കുഞ്ഞപ്പനും കൊടുത്ത് ചേട്ടനും കൊടുത്ത് അവസാനം എൻ്റെ പൊന്നെ, ഞാനൊരു കാര്യം പറയും, ഈ പേസ്ട്രി നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് നമുക്ക് തിന്ന് തീർക്കാൻ പറ്റൂല കേട്ടോ. അപ്പം ഈ ഒരു പേസ്ട്രിയുടെ ഒരു പീസിന് 100 രൂപയാണ്, ആ ഒരു പേസ്ട്രിയുടെ ഒരു പീസിന് 100 രൂപയാണ്. അപ്പം ഇതൊരു 3-4 കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാലേ തീർക്കാൻ പറ്റുള്ളൂ. അവസാനം ഇതേ കുഞ്ഞപ്പനെ ഞാൻ പേസ്ട്രി വെച്ച് കൊടുത്തിട്ട് ഞാൻ അവൻ്റെ ബിരിയാണി കുറച്ച് തിന്നു, അത് ചേട്ടൻ കുറച്ച് തിന്നു. ചേട്ടൻ ഇച്ചിരി മാത്രമേ ഒരു 2 പിടി ബിരിയാണി തിന്നുള്ളൂ. ഞാനും കുഞ്ഞപ്പനും കൂടിയാണ് കേട്ടോ അത് തിന്നത് തീർത്തത്. അത് കഴിഞ്ഞ് പേസ്ട്രി തിന്നാൻ പെട്ട പാട്, അച്ഛനും മോനും കൂടി കൈ കഴിയട്ടെ എന്നും പറഞ്ഞ് പോയിട്ട് അവസാനം ബാക്കിയുള്ളത് എന്നോട് തിന്ന് തീർക്കാൻ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞിട്ട് കളയരുത് തിന്ന് തീർക്കുന്നു. ഞാൻ കുത്തിയിരുന്ന് നമുക്ക് മധുരം പറ്റൂലെന്നേ, എത്രയെന്നും പറഞ്ഞ് മധുരം തിന്നും. അങ്ങനെ ഒരു വിധത്തിൽ തിന്ന് തീർത്ത് നേരെ മറ്റേത് ടോയ്സിന്റെ സെക്ഷൻ കണ്ടപ്പോൾ കുഞ്ഞപ്പൻ ഓടി അങ്ങോട്ട് കയറി. എല്ലായിടത്തും ഇതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ടോയ്സ് മേടിക്കൂല കുഞ്ഞു എന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും ഒരു ടോയ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവനൊരു സമാധാനം ഇല്ല, എപ്പോൾ ചെന്നാലും ഈ ടോയ് മേടിപ്പിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം മേടിക്കൂല, ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു ഇപ്രാവശ്യം ടോയ് മേടിക്കൂല. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് എന്തെങ്കിലും മേടിക്കണമല്ലോ, അപ്പോൾ പിന്നെ ഇപ്പോഴേ മേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവിടെ ചെറിയ ഗെയിമൊക്കെ അവൻ എന്നെയും കൊണ്ട് അവൻ കളിപ്പിച്ചത്. അപ്പോൾ അത് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ചേരം ഞാനും അത് രസിച്ചിരുന്ന് കളിച്ച്. അപ്പോൾ ഈ ട്രീ നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇറങ്ങി നേരെ മാക്സി കയറി. അവിടെ തന്നെ മാക്സ് ഉണ്ടല്ലോ, മാക്സി കയറിയിട്ട് ചേട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചായിരുന്നു എനിക്ക് എടുക്കത്തേ ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെയുള്ള ഓരോ മറ്റേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, മറ്റേ ബെയർ ഡോള് അതൊക്കെ എടുത്തോണ്ട് വന്നിട്ട് ആന ക്യാറ്റ് ഇത് മേടിച്ചാലോ അതൊന്നും അവൻ തിരിഞ്ഞു നോക്കൂല വാങ്ങിച്ചു കഴിഞ്ഞാൽ. പിന്നെ എന്നിട്ടും വെറുതെ മേടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചേട്ടന് ടീഷർട്ട്സ് ആണ് എടുത്തത്. അറിയാലോ ഇതുപോലെ മാളിലും ഈ വലിയ വലിയ തുണിക്കടയിലെയും പ്രത്യേകത അവിടുത്തെ ലൈറ്റിൽ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. അതേ ഡ്രസ്സ് നമ്മൾ വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ അയ്യോ ഇതാ കടയിൽ വെച്ച് ഇട്ട് നോക്കി അത്രയും ഭംഗിയില്ലല്ലോ എന്ന് തോന്നും. അങ്ങനെ ചേട്ടന് വേണ്ടതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞപ്പനുള്ളത് ചുമ്മാ നോക്കി തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ കുഞ്ഞപ്പനും എടുത്തുകയും കുഞ്ഞപ്പൻ എവിടെ നിന്ന് ഇറങ്ങി വന്നേ നോക്കിക്കുക. അതിൻ്റെ ഇടയിൽ എന്തോ ഹാങ്കറൊക്കെ വെച്ച് എന്തോ കളിക്കായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ ചുമ്മാ അച്ഛനും മോനും എടുത്തു, എനിക്ക് മാത്രം എടുത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടെ മ്യൂസിക്കും പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ ആ ഡാൻസ് കളിച്ചത്. അതൊന്നും വീഡിയോയിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അവനാണെങ്കിൽ ഈ ചേച്ചിമാർക്ക് എന്ത് പൊക്കണമെന്നും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ അച്ഛനും മോനും ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി വരാൻ നേരത്താണ് ഞാൻ ലൈഫ് സ്റ്റൈൽ കണ്ടത്. അപ്പം ഞാൻ അങ്ങോട്ട് കയറി, ചുമ്മാ നോക്കാന്ന് പറഞ്ഞിട്ട് കയറി. അവിടെ ചെന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇവിടുന്ന് ഞാൻ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം മേക്കപ്പ് ഐറ്റംസ് ഒന്നും എനിക്ക് വേണ്ട എൻ്റെ പൊന്നെ. അപ്പം ഞാൻ ഇങ്ങനെ നടന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ ഓഫറിൽ കുറേ സാധനം കണ്ടു ഗൈസ്. നല്ല ഓഫർ എന്ന് വെച്ചാൽ അടിപൊളി ഓഫർ. അത് കണ്ട് ആക്രാന്തം മൂത്തിട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാനൊരു എടുപ്പ് തുടങ്ങിയിട്ട് ആ മറ്റേ കിറ്റിലിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം എടുത്തതാണ്. ചേട്ടനും പറഞ്ഞു ഇടി നല്ല ഓഫർ ഉണ്ടല്ലോ നീ എടുത്തോ എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഡ്രസ്സ് ഒരുമിച്ചെടുക്കുന്നത്. അങ്ങനെ കുറേ എന്നല്ല, ഒരു 3-4 മറ്റേ ക്രോപ്പ് ടോപ്സ് ഇല്ലേ അതും എടുത്ത്, പിന്നെ പാൻറ് ജീൻസ് ഒക്കെ എടുത്ത് അങ്ങനെ കിട്ടിയപ്പോൾ എടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഓഫർ ആയതുകൊണ്ട് എടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ പിശിക്കുകയാണ്, ഞാൻ വാങ്ങിക്കില്ല ഗൈസ്. അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി അപ്പം നല്ല ലേറ്റ് ആയല്ലോ. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവിടെ ഫോറം മാളിൽ സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അങ്ങനെ ഞങ്ങൾ കുഴിമന്തിയൊക്കെ മേടിച്ചേട്ടാ, കുഴിമന്തിയൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ, ബൈ.